പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 നവംബർ മാസം 10-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവിന് സ്തോത്രം പറയുവാനും അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം സ്വർഗീയ അപ്പ നമുക്ക് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത് ഓർത്ത് ആ കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അത്ഭുതങ്ങളുടെ ദൈവത്തെ നമുക്ക് ഈ പ്രഭാതത്തിൽ ആരാധിക്കാം. വിടുവിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന കർത്താവിനെ, നമുക്ക് വേണ്ടി ഇടപെടുന്ന കർത്താവിനെ സന്തോഷത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞ് കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ആമേൻ ആമേൻ. യഹോവയെ സ്തുതിപ്പീൻ. 115-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. തൻ്റെ ഭക്തന്മാർക്ക് കർത്താവ് ആഹാരം കൊടുക്കുന്നു. കർത്താവ് തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അതാണ് ദൈവിക നിയമങ്ങളെ എന്നേക്കും കർത്താവ് ഓർക്കും. അതുകൊണ്ട് ദൈവിക വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ നിയമങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവൻ ഒരിക്കലും ശത്രുവിനെ നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. അവൻ്റെ നിയമത്തെ അവൻ എന്നേക്കും ഓർക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ പ്രിവിലേജിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. കർത്താവേ, അങ്ങ് തൻ്റെ ജനത്തെ ഈ സന്ദേശം കേൾക്കാനായി കൂട്ടിവരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം. ഇവരുടെ മേൽ പകരുന്ന ആത്മശക്തിക്കായിട്ട് സ്തോത്രം. ഇവരുടെ മേൽ പകരുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അസാധാരണമായ ആത്മാവിൻ്റെ ശക്തി തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാപിക്കട്ടെ. അസാധാരണമായ ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ പുതുബലം പ്രാപിക്കട്ടെ, പുതുശക്തി പ്രാപിക്കട്ടെ, പുതു നിറവ് പ്രാപിക്കട്ടെ. ഈ പകൽക്കാലം ഇവരുടെ കാലുകൾക്ക് വേഗത കൂടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരിലുള്ള ഭയങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരിലുള്ള ആകുലതകൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ നിരാശയുടെ സ്പിരിറ്റിനെയും യേശുവിൻ്റെ നാമത്തിൽ ഭർസിക്കുന്നു. ആമേൻ ആമേൻ. ഡിപ്രഷൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഭയം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷമുള്ളവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യാശയുള്ളവരായി തീരട്ടെ. ആത്മാവിൻ്റെ ശക്തിയിൽ തൻ്റെ കുഞ്ഞുങ്ങൾ മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ രീതിയിലും ഉള്ള ക്ഷീണങ്ങൾ, ഈ ശാരീരികമായ ക്ഷീണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ മടി പിടിപ്പിക്കുന്നതായ ശാരീരിക ക്ഷീണങ്ങൾ, അവൻ എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടിരുന്ന ക്ഷീണങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ കുഞ്ഞുങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. ഇവരുടെ ശരീരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാം നോർമൽ ഫംഗ്ഷനിലേക്ക് മടങ്ങി വരട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. തൈറോയിഡ് ഫംഗ്ഷൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ശരീരം യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ശരീരം ജീവൻ വെക്കട്ടെ. ശരീരം ജീവൻ വെക്കട്ടെ. യൗവനം കഴുകനെ പോലെ പുതുക്കി വരട്ടെ. പ്രത്യേകിച്ച് ആമേൻ, നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം മുട്ടൽ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. ആമേൻ. കൈകാലുകൾക്കുള്ള കഴപ്പും വേദനകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ.
ആമേൻ. പൂർണ്ണ ബലത്തോടെ ഇന്നത്തെ പകൽക്കാലം ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ തിങ്കളാഴ്ച വഴി തുറക്കപ്പെടണം. ആമേൻ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അവർ CV കൊടുത്തിരിക്കുന്നിടത്ത് ആമേൻ ഇന്ന് പകൽക്കാലം അവർക്ക് ആമേൻ അവിടെ നിന്നുള്ള ആമേൻ കോൾസ്, ഇമെയിൽസ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. വഴി തുറക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ ആമേൻ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളായി അതിനുള്ള പേപ്പർ വർക്കുകൾ ചെയ്യുന്നു, ഒന്നും നടക്കാതിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രോസസ്സ് വേഗത്തിലാകട്ടെ. അതിനുള്ള ക്രമീകരണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ ജീവിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുക. ഇന്ന് വൈകിട്ട് നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥിക്കണം കേട്ടോ. പകൽക്കാലം കർത്താവെ ഇന്നത്തെ മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ, ഇന്ന് പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കണം. 2, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. നമുക്ക് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സുവിശേഷം എത്തിക്കുക എന്നുള്ളത്. ആമേൻ. മറ്റൊന്നിനും ആരെയും വിടുവിക്കുവാൻ കഴിയത്തില്ല, സുവിശേഷത്തിന് മാത്രമേ വിടുവിക്കാൻ കഴിയുള്ളൂ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ കൃപ കൊണ്ട് തൻ്റെ ജനത്തെ നിറയ്ക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഇന്നത്തെ വചനം കേട്ടാട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 64-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഈ വാക്യത്തിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ബലം, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. സംഗീതക്കാരൻ പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി അവൻ പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ധൈര്യമായിട്ടിരുന്നാട്ടെ. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവൻ ഒരിക്കലും ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ദൈവമല്ല, ഒരിക്കലും താമസിക്കുന്ന ദൈവമല്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മൾ അറിയാത്ത ഇടങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കാത്തിരിപ്പ് നഷ്ടമായി പോകത്തില്ല. ആമേൻ. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ട്രസ്റ്റ് ചെയ്ത്, എക്സ്പെക്റ്റ് ചെയ്ത്, കർത്താവിനോട് പ്രാർത്ഥിച്ച് അവൻ്റെ വചനത്തെ അനുസരിച്ചിരിക്കുന്നതിനാണ് കാത്തിരിക്കുക. അല്ലാതെ ചുമ്മാതെ എവിടെയെങ്കിലും മൂലക്കിരിക്കുകയല്ല. അതായത് കാത്തിരിക്കാന്ന് പറഞ്ഞാൽ അവൻ ആക്റ്റീവാണ്, ദൈവസന്നിധിയിൽ ആക്റ്റീവായിട്ടിരിക്കാം. പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തിന് സ്തോത്രം ചെയ്തും ദൈവിക അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് ആ കാത്തിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ അബ്രഹാം അവൻ തന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. വേദോസം പറഞ്ഞു, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിരുന്നെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇന്ന് പ്രഭാതത്തിലും ആമേൻ നമ്മൾ തന്നെ ചെയ്യണം. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന വലിയൊരു ഉറപ്പ് വേണം. കാത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവിക സഹായത്തെ അവിടെ സ്വീകരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോഴും, നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോഴും, നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ ബലമായി പിടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിൽ ആ ദൈവിക സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഒരുപക്ഷെ നമ്മൾ ഈ കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ചില അടയാളങ്ങളൊന്നും കണ്ടെന്ന് വരത്തില്ല, നമുക്കൊന്നും ഫീലായെന്ന് വരത്തില്ല. കാരണം എന്താ പറയുക, നമുക്കറിയത്തില്ലല്ലോ നടക്കുന്ന പ്രോസസ്സ് എന്നാണ്. ഇപ്പം ചില സമയത്ത് നമ്മൾ വിചാരിക്കും, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുക, ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല, ഒരു ഫീലും ഉണ്ടാകുന്നില്ല, ഒരു ഇൻഫർമേഷനും ഉണ്ടാകുന്നില്ല. അയ്യോ കർത്താവേ എന്തായിത്തീരുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ, ഒരു കാര്യം ഓർത്തോണം. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും, ഒരു ചെവിയിൽ കേട്ടിട്ടില്ലാത്തതും, ഒരു ഹൃദയത്തിൽ നിരൂപിക്കാത്തതുമായത് കർത്താവ്
നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. അവൻ 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 നിശബ്ദതയിൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. അവൻ നമുക്ക് വേണ്ടി നമ്മൾ അറിയാത്ത യുദ്ധങ്ങളെ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അവൻ ചില ബന്ധങ്ങളെ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ചില തടസ്സങ്ങളെ അവൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. അവൻ നമുക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളെ പ്രിപ്പയർ ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു കർഷകൻ അവൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം വിത്തിടുന്നു, ആമേൻ, ആ വെള്ളമൊഴിക്കുന്നു, ആമേൻ, ആഴ്ചകൾ കഴിയുന്നു, ഒന്നും കാണുന്നില്ല. വെള്ളമൊഴിച്ചു, വിത്തിട്ടു, വെള്ളമൊഴിച്ചു, പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അദ്ദേഹം ഒന്നും കാണുന്നില്ല. അവൻ നോക്കുമ്പോൾ ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ വിത്തിട്ടിരിക്കുന്ന സ്ഥലം എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചിലർ ചോദിക്കും, രാവിലെ തൊട്ട് എന്നും പരിപാടിയാണല്ലോ, ഒന്നും പൊങ്ങി വരുന്ന കാണുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷേ അവനറിയാം അവൻ ചെയ്യുന്നതിൻ്റെ കാര്യമെന്നാ. അവനറിയാം ആ മണ്ണിനടിയിൽ ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക, മണ്ണിനടിയിൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക, മണ്ണിനടിയിൽ ചില പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു ദിവസം ഇത് പൊങ്ങി വരും. ആമേൻ. അത്ഭുതമായി ഈ കാര്യം അങ്ങ് നടക്കും. അതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഈ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ടോ, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, നമുക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്മളെ ചിലപ്പോൾ മറ്റുള്ളവർ കളിയാക്കിയെന്നിരിക്കും. നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരനാണല്ലോ, നിങ്ങൾ വിശ്വാസത്തിന് വലിയ വീരനാണല്ലോ, ഒന്നും സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുമ്പോൾ ഓർത്തോണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ കൈ ഉയർത്തി പറയണം, താമസിച്ചാലും എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. ഞാൻ കാത്തിരിക്കുന്നത് ഒരു പ്രിപ്പറേഷൻ ടൈമിലാണ്. ആമേൻ. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ അല്ല, ഒന്നും നടക്കാതിരിക്കുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതികൾ ചിലത് ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കാത്തിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ നാളുകളായി കാത്തിരിക്കുകയാണോ? അബ്രഹാം 25 വർഷം കാത്തിരുന്നപ്പോഴാണ് ഇസഹാക്കിനെ ലഭിച്ചത് കേട്ടോ. അതുകൊണ്ട് കാത്തിരിപ്പിനെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടേണ്ട. കാത്തിരിക്കുമ്പോൾ ഗോഡ് ഈസ് വർക്കിംഗ്. ദൈവം നമ്മൾ അറിയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. കാത്തിരിക്കുന്നത് അനുഗ്രഹമാണ്. കാത്തിരിക്കുന്നത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ്. കാത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മൾ അറിയാത്ത മേഖലകളിൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അവിടെ ധൈര്യമായിട്ടിരിക്കുക. വേഗത്തിൽ ദൈവിക മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. കർത്താവ് വിശ്വസ്തൻ, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിട്ട് മുന്നേറുക കേട്ടോ, ധൈര്യമായിട്ട് മുന്നേറുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റു ചിലർ കൂടെ അയച്ചു കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.